സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമലാ ഗോവിന്ദ് എഴുതിയ നോവൽ അധീന. അവതരണം സിന്ധു അശോക്. സ്കൂളിലെത്തി ആര്യയെയും ആമിയെയും അവരുടെ ക്ലാസ്സുകളിൽ വിട്ടിട്ട് തൻ്റെ ക്ലാസ്സിലേക്ക് നടക്കുകയായിരുന്നു അധീന. അപ്പോഴായിരുന്നു പിന്നിൽ നിന്നും ഒരു വിളി. അധീന. അവൾ നിന്നു. അനന്തു അവളുടെ അടുത്തേക്ക് വന്നു. നീ പഠിത്തം നിർത്തിയെന്ന് ബിൻസി പറഞ്ഞല്ലോ. അവൾ കള്ളം പറഞ്ഞതല്ലേ? അമ്പരപ്പോടെ അനന്തു ചോദിച്ചു. അവൾ കള്ളം പറഞ്ഞതല്ല അനന്തേട്ടാ, അധീന വിഷാദത്തോടെ അറിയിച്ചു. പഠിപ്പ് തുടരാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പഠിക്കുന്നില്ലെന്ന് ഞാൻ അവളോട് പറഞ്ഞായിരുന്നു. പക്ഷെ ഞാൻ വരാതിരുന്നാൽ എൻ്റെ അനിയത്തിമാർക്കും വരാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് പോന്നതാ. അധീന, നീ പഠിപ്പ് നിർത്തല്ലേ. എപ്പോഴും A+ വാങ്ങിക്കുന്ന കുട്ടിയല്ലേ നീ. സ്കൂളിൻ്റെ പ്രതീക്ഷയാ നീയെന്നല്ലേ ടീച്ചർമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്കൂളിന് മാത്രമല്ല അനന്തേട്ടാ, എനിക്കും വലിയ വലിയ പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇനി അതൊന്നും നടക്കത്തില്ല. എല്ലാറ്റിനും പണം വേണ്ടേ? ഞങ്ങൾക്കിപ്പോൾ ആരുമില്ലല്ലോ. കഷ്ടം, അനന്ത് സഹതപിച്ചു. ഇത്രയ്ക്ക് മോശപ്പെട്ട കാര്യമൊക്കെ രമണേട്ടൻ ചെയ്യുമെന്ന് ആരറിഞ്ഞു? അനന്തുവിൻ്റെ മുഖത്ത് വീർപ്പുണ്ടായി. വീട്ടിൽ അച്ഛനും അമ്മയും പറയുന്നത് ഞാൻ കേട്ടതാ അധീന. മൂക്കറ്റം കുടിക്കുന്നത് പിന്നെ സഹിക്കാം, പക്ഷെ ഭാര്യ മരിച്ചെന്നും പറഞ്ഞ് കണ്ട പെണ്ണുങ്ങളുടെ അടുത്തൊക്കെ പോയാൽ ഇതുപോലെ നാശത്തിലേ എത്തൂ. ഇങ്ങനെയുള്ള കേസിലൊക്കെ പോലീസ് പിടിച്ചാൽ പിന്നെ ജീവിച്ചിരിക്കാത്തത് തന്നെയാ നല്ലതെന്നാ എല്ലാവരും പറയുന്നത്. രമണേട്ടൻ്റെ കൂട്ടുകാരൊന്നും അത്ര ശരിയല്ലായിരുന്നു അധീന. അധീന മുഖം കുനിച്ചു. പക്ഷെ നീ അതൊന്നും ഓർത്ത് വിഷമിക്കരുത് അധീന. എങ്ങനെയും പഠിപ്പ് തുടരണം. പഠിച്ച് ജയിച്ചാലേ നല്ലൊരു നിലയിലെത്താനാവും. അവൾ മിണ്ടിയില്ല. അനന്ത് സ്കൂൾ ബാഗിൻ്റെ സൈഡിലെ സിബ് തുറന്ന് മടക്കിയ കുറച്ച് നോട്ടുകൾ എടുത്ത് അവളുടെ നേർക്ക് നീട്ടി. എന്തിനാണിത്? അവൾ ചോദിച്ചു. എനിക്ക് വിഷുക്കൈനീട്ടമൊക്കെ കിട്ടിയ പണമായത്. നീ എടുത്തോ. ദിവസവുമുള്ള വണ്ടിക്കൂലിക്ക് ഇതു മതിയല്ലോ, അവൻ ഉത്സാഹത്തോടെ പറഞ്ഞു. ഇനി എൻ്റെ കയ്യിൽ കിട്ടുന്നതും നിനക്ക് തരാം. വേണ്ട, എനിക്ക് കാശൊന്നും വേണ്ട. മറ്റുള്ളവർ വച്ച് നീട്ടുന്ന പണമൊന്നും വാങ്ങരുതെന്ന് മരിക്കുന്നതിന് മുമ്പ് അമ്മ പറഞ്ഞിട്ടുണ്ട്. മറ്റു കുട്ടികൾ അടുത്തു വരുന്നത് കണ്ട് വേഗം അവൾ തൻ്റെ ക്ലാസ്സിലേക്ക് നടന്നു. വൈകുന്നേരം അധീനയും അനിയത്തിമാരും ബസ്സിൽ നിന്നിറങ്ങി നടന്നു വരുമ്പോൾ എതിരെ വരികയായിരുന്നു വിജയൻ. രമണേട്ടൻ്റെ കൂട്ടുകാരൊന്നും അത്ര ശരിയല്ലായിരുന്നെന്ന് അനന്തു പറഞ്ഞത് പെട്ടെന്ന് അവൾ ഓർത്തു. അച്ഛൻ്റെ പ്രധാന കൂട്ടുകാരൻ ഈ വിജയേട്ടനാണ്. പിന്നെ ബസ്സിലെ കിളിയായ പ്രകാശേട്ടനും. ഈ കൂട്ടുകാരാണോ ശരിയല്ലാത്തത്? ഇവരാണോ അച്ഛനെ ചീത്തയാക്കിയത്? അധീന ആയിരിക്കുമെന്ന് അവൾക്ക് തോന്നി. അധീന കുട്ടികളെ ചേർത്ത് പിടിച്ച് വിജയനെ കാണാത്ത ഭാവത്തിൽ മുന്നോട്ട് നടന്നു. മോളെ. വിജയൻ അവരുടെ മുമ്പിലേക്ക് ചെന്നു. അവൾ നിന്നു. ഒപ്പം ആര്യയും ആമിയും. മോളെന്താ എന്നെ കണ്ടിട്ടും കാണാത്തതുപോലെ നടന്നത്? വിജയൻ സങ്കടത്തോടെ ചോദിച്ചു. ഒന്നുമില്ലെന്ന് അവൾ ചുമൽ ചലിപ്പിച്ച് കാണിച്ചു. മോളെ, പത്രത്തിൽ വന്നതൊന്നും സത്യമല്ല കേട്ടോ. നിങ്ങൾ മക്കളെങ്കിലും അതൊന്നും വിശ്വസിക്കരുത്. അവൾ മുഖമുയർത്തി രൂക്ഷമായി ഒന്ന് നോക്കി. സത്യമാ മോളെ വിജയേട്ടൻ പറയുന്നത്. രമണേട്ടൻ അത്ര വൃത്തികെട്ട മനുഷ്യനൊന്നുമല്ല. ഒരോട്ടം പോയ മോടച്ഛനെ ചിലര് ചതിച്ചതാ. അധീന വിജയനെ തുറിച്ചു നോക്കി. അതേ മോളെ, ബേഡ് പുന്നൂസിൻ്റെ കടം വീട്ടാൻ വേണ്ടി രാത്രിയിലും ഓട്ടം പോയി പണമുണ്ടാക്കാൻ നോക്കിയതാ രമണേട്ടൻ. അല്ലാതെ ആ പെണ്ണിൻ്റെ കൂടെ പോയതൊന്നുമല്ല. അതെനിക്ക് സങ്കടമോ ദേഷ്യമോ ഒക്കെ ഉണ്ടായി. വാ, നമുക്ക് പോകാം. അനിയത്തിമാരുടെ കയ്യിൽ പിടിച്ച് വിജയനോട് മറുപടി പറയാതെ അധീന മുന്നോട്ട് നടന്നു. വീടെത്തും മുമ്പ് അനന്തു അവർക്കൊപ്പം ഓടിയെത്തി. ആ വിജയൻ നിന്നെ തടഞ്ഞു നിർത്തി എന്താ അധീന പറഞ്ഞത്? അച്ഛൻ തെറ്റുകാരനല്ലെന്ന്, ആരോ അച്ഛനെ ചതിച്ചതാണെന്ന്. എല്ലാത്തിനും കൂടെ നിന്നവനാ ഇവനൊക്കെ. മുഖം രക്ഷിക്കാൻ ഇനി അങ്ങനെയല്ലേ പറയൂ. അനന്തു അമർഷത്തോടെ തിരിഞ്ഞു നോക്കി. അപ്പോഴും അതേപടി നിൽക്കുകയായിരുന്നു വിജയൻ. അധീനയും അത് കണ്ടു. അച്ഛനെക്കുറിച്ച് വിജയേട്ടൻ പറഞ്ഞതാണോ അനന്തേട്ടൻ പറഞ്ഞതാണോ സത്യം? അവൾ സ്വയം ചോദിച്ചു. ചെമ്പൂർ കോവിലകം. അച്ഛൻ തമ്പുരാനായ ഉദയവർമ്മ രാജാവ് പണ്ട് ദർബാർ ഹാൾ കൂടിയിരുന്ന മുകൾ നിലയിലെ വിശാലമായ ഹാളിൽ പ്രൗഢിയോടെ ഇരിക്കുകയായിരുന്നു ഗിരിധരവർമ്മ തമ്പുരാൻ. ഗിരിയേട്ടാ. കോണിപ്പടി കയറി ഹാളിലേക്ക് വന്ന രാജരാജേശ്വരി തമ്പുരാട്ടി മെല്ലെ വിളിച്ചു. ഗിരിധരവർമ്മൻ ഞെട്ടിത്തിരിഞ്ഞ് ഭാര്യയെ നോക്കി. ഡോക്ടർ വൈശാഖന്റെ വാക്കുകളും നോട്ടവും തന്നെയായിരുന്നു ഗിരിധരവർമ്മ തമ്പുരാന്റെ ഉള്ളു നിറയെ. 2 ജീവനേക്കാൾ വലുതായിരുന്നോ ചെമ്പൂർ കോവിലകത്തിന്റെ അന്തസ്സും അഭിമാനവും? എന്താ ഗിരിയേട്ടാ ഇങ്ങനെ നോക്കുന്നത്? എന്തോ ആലോചിക്കുകയായിരുന്നോ? തലവിലെങ്ങനെ ആട്ടി. ഒന്നുമില്ലെന്ന് തമ്പുരാൻ കാണിച്ചു. നീ എന്തിനാ എന്നെ വിളിച്ചത്? അത് പറയൂ. ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ ലിസി പോൾ വിളിച്ചിരുന്നു.
എന്താ വിശേഷിച്ച്? ഡോക്ടർ വൈശാഖന് നമ്മളെ കാണണമെന്ന്. അവർ രണ്ടുപേരും മോളെ പരിശോധിച്ചു കഴിഞ്ഞു. നമ്മൾക്ക് എപ്പോഴാണ് ചെല്ലാൻ പറ്റുകയെന്നും ചോദിച്ചു. ഗിരിധരവർമ്മയുടെ നെറ്റിയിലെ ഞരമ്പുകൾ ഒന്നെഴുന്നു. ഡോക്ടർ വൈശാഖൻ, അപകടകാരിയാണ് അയാൾ. അയാളെ ഇനിയും അഭിമുഖീകരിക്കുക. അയാളുടെ നോട്ടവും വാക്കുകളും ഏറ്റുവാങ്ങുക. അയാളുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുക. അത് വയ്യ. തലകുനിക്കുന്നത് ചെമ്പൂർ കോവിലകത്തിന്റെ പാരമ്പര്യമല്ല. എന്താ ഗിരിയേട്ടാ, പോകണ്ടേ? രാജരാജേശ്വരി വീണ്ടും ചോദിച്ചു. അത് നിനക്ക് തനിച്ചു പോകാമോ രാജേശ്വരി? ഗിരിധരവർമ്മ പരുങ്ങൽ മറിച്ചിട്ട് ചോദിച്ചു. എന്തേ, ഗിരിയേട്ടന് എന്തേലും തിരക്കുണ്ടോ? തിരക്ക് ഉണ്ട്. കളക്ടർ വിളിച്ചിരുന്നു. ആ ബൈപ്പാസ് റോഡിന്റെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ടൊരു മീറ്റിംഗ്. അവിടെ നമ്മുടെ 4-5 ഏക്കർ സ്ഥലമുണ്ടല്ലോ. വഴിക്ക് വേണ്ടിയല്ലേ ഗിരിയേട്ടാ, കുറച്ച് സ്ഥലം അങ്ങ് വിട്ടുകൊടുത്തേക്കണം. അതിനേക്കാൾ വലുതല്ലേ നമുക്ക് നമ്മുടെ മോള്. അല്ലെന്നല്ല, സ്ഥലം വിട്ടുകൊടുക്കാമെന്ന് ഞാൻ ഏറ്റിട്ടുമുണ്ട്. പക്ഷേ മറ്റു സ്ഥലമുടമകളെല്ലാം ഇന്ന് മീറ്റിങ്ങിലുണ്ട്. ഞാൻ മാത്രം ഒഴിവാകുന്നത് ശരിയല്ലല്ലോ. ശരി, മീറ്റിംഗ് എപ്പോൾ കഴിയും? അതിനുശേഷമുള്ള ഒരു ടൈം ഞാൻ ഡോക്ടർ ലിസിയോട് പറയാം. അത് വേണ്ട രാജേശ്വരി. മോളുടെ ട്രീറ്റ്മെന്റിന് എൻ്റെ മീറ്റിംഗുമായി കൂട്ടിക്കൊഴിക്കേണ്ട. അത് നടക്കട്ടെ. നീയും മാളവികയും കൂടി പോയാൽ മതിയല്ലോ. രാജരാജേശ്വരിയുടെ മുഖത്ത് തീരെ വെളിച്ചമില്ല. എന്താ രാജേശ്വരി, നമ്മുടെ മോൾ രക്ഷപ്പെടുമോ ഗിരിയേട്ടാ? എന്താ രാജേശ്വരിക്ക് സംശയം? എനിക്കെന്തോ വല്ലാത്തൊരു ഉത്കണ്ഠയും വിഷമവും. ഒന്നും ശരിയാവില്ലെന്ന് ഒരു തോന്നൽ. അക്കാര്യത്തിൽ നീ വിഷമിക്കേണ്ട രാജേശ്വരി, ഗിരിധരവർമ്മ ദൃഢമായി പറഞ്ഞു. ആരുഷിയെ ഡോക്ടർ വൈശാഖൻ രക്ഷപ്പെടുത്തും. എനിക്ക് അയാളെ പൂർണ്ണമായും വിശ്വാസമാണ്. ഓ യെസ്. ഗിരിധരവർമ്മ ചിരിച്ചു. ഒരക്ഷരം പോലും പറയാതിരുന്നിട്ടും, ഒരു സംശയത്തിന് ഇട നൽകാതിരുന്നിട്ടും അതിനിഗൂഢമായി താൻ ഒളിപ്പിച്ച ഒരു ഭീകര സത്യം തൻ്റെ ഉള്ളു തോണ്ടി പുറത്തിട്ട അതിമാനുഷനാണ് അയാൾ. ഡോക്ടർ ലിസി പറഞ്ഞത് ശരിയാണ്. അയാൾ മികച്ച ഡോക്ടർ തന്നെയാണ്. തൻ്റെ ഉള്ളു തുറന്ന അതേ വൈദഗ്ധ്യത്തോടെ അദ്ദേഹം ആരുഷിയുടെ മനസ്സിലേക്കും കയറിയാൽ തീർച്ച അവളെ രക്ഷപ്പെടുത്താനുള്ള വഴി അയാൾ കണ്ടെത്തും. ഗിരിധരവർമ്മയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. ശരി, രാജരാജേശ്വരിക്ക് സന്തോഷമായി. ഗിരിയേട്ടന് അത്ര വിശ്വാസമാണെങ്കിൽ ഞാനും വിശ്വസിക്കുന്നു. ഗിരിധരവർമ്മ മന്ദഹസിച്ചു. തൻ്റെ ഉള്ളു തുറന്ന് ആ രഹസ്യം മറ്റാരും കണ്ടാലും രാജരാജേശ്വരി കാണരുതേ എന്ന് അയാൾ പ്രാർത്ഥിച്ചു. തമ്പുരാട്ടി ഇരിക്ക്. മാളവികയെ പുറത്തിരുത്തിയിട്ട് ഡോക്ടറുടെ മുറിയിലേക്ക് രാജരാജേശ്വരി കയറി ചെന്നു. ഡോക്ടർ വൈശാഖൻ അവരെ ആദരവോടെ സ്വീകരിച്ചിരുത്തി. ഡോക്ടർ ലിസി പോളും ഒപ്പമുണ്ട്. ഉത്കണ്ഠയും പ്രതീക്ഷയും നിറഞ്ഞ മുഖത്തോടെ രാജരാജേശ്വരി ഇരുന്നു. ആരുഷി തമ്പുരാട്ടിയുടെ രോഗവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഞങ്ങൾ പല പരീക്ഷണങ്ങളും ചെയ്തു നോക്കി. ഡോക്ടർ ലിസി പോളാണ് ആദ്യം സംസാരിച്ചത്. ഒടുവിൽ ഞങ്ങളൊരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. അതേക്കുറിച്ച് സംസാരിക്കാനാണ് തമ്പുരാട്ടിയും തമ്പുരാനും വരാൻ പറഞ്ഞത്. തമ്പുരാൻ എന്താ വരാത്തത്? ഡോക്ടർ വൈശാഖൻ ചോദിച്ചു. തമ്പുരാന് കളക്ടറേറ്റിൽ ഇന്നൊരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്. അതിന് പോകേണ്ടി വന്നു. അല്ലെങ്കിലും അദ്ദേഹം വരാൻ മടിക്കും. ഉള്ളിൽ അങ്ങനെ പറഞ്ഞ് വൈശാഖൻ നിഗൂഢമായി ഒന്ന് മന്ദഹസിച്ചു. ജോഷിയുമായുള്ള വിവാഹം കഴിഞ്ഞതോടെ കൊട്ടാരത്തിന്റെ പടി കിടക്കാൻ പോലും ആവാത്ത അവസ്ഥയിലായിരുന്നല്ലോ ആരുഷിക്ക്. ഡോക്ടർ വൈശാഖൻ മെല്ലെ ആരംഭിച്ചു. മാത്രമല്ല തമ്പുരാനും തമ്പുരാട്ടിയും ഉപേക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ ആരുഷി ഏതാണ്ട് ഒറ്റപ്പെട്ട സ്ഥിതിയിലായി. അതുവരെ പണം കൊണ്ട് അമ്മാനമാടിയിരുന്ന ആരുഷി അതോടെ കാൽക്കാശിന് ഗതിയില്ലാത്തവളായി അല്ലേ? അതെ. രാജരാജേശ്വരിയുടെ സ്വരം താഴ്ന്നു. മാത്രമല്ല, ജോഷിയുടെ തകരയ്ക്കൽ തറവാട്ടിലും ആരുഷിക്ക് കാൽക്കാശിന് വിലയില്ലായിരുന്നു. ശരിയല്ലേ? രാജരാജേശ്വരി അതെ എന്ന് തലകുലുക്കി. പക്ഷേ ജോഷി സ്നേഹമുള്ളവനായിരുന്നു തമ്പുരാട്ടി. ഡോക്ടർ ലിസി ഇപ്പോൾ ഇടയിൽ കയറി. സ്വത്തില്ലെങ്കിലും മരിക്കുന്ന നിമിഷം വരെ അയാൾക്ക് ആരുഷി തമ്പുരാട്ടിയെയും കുഞ്ഞിനെയും പ്രാണനായിരുന്നു. ആരുഷി ജീവിച്ചതും ആ മനുഷ്യന്റെ സ്നേഹത്തിന് വേണ്ടി മാത്രമാണ്. രാജരാജേശ്വരിയുടെ മനസ്സ് വല്ലാതെ നൊന്തു. ഒരു മനുഷ്യനെ ആരുഷി സ്നേഹിച്ചുപോയി. ആ മനുഷ്യൻ ക്രിസ്ത്യാനിയായിപ്പോയി. മകളെന്ന നിലയിൽ അതിലധികം തെറ്റൊന്നും തമ്പുരാനോടും തമ്പുരാട്ടിയോടും ആരുഷി ചെയ്തിട്ടില്ല. ഓ അത് രാജരാജേശ്വരി പറഞ്ഞു. ഞങ്ങളൊരു സാധാരണ അച്ഛനും അമ്മയും അല്ലായിരുന്നല്ലോ ഡോക്ടർ. പദവിയും സ്ഥാനവും വലുതാകുമ്പോൾ മറ്റുള്ളവർക്ക് മുമ്പിൽ അത് ഉയർത്തിപ്പിടിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരായിപ്പോയി. രാജസ്ഥാനത്ത് നിൽക്കുന്ന ഗിരിയേട്ടൻ പ്രത്യേകിച്ചും അത് പാലിച്ചേ പറ്റൂ. എനിക്കത് മനസ്സിലാകുന്നുണ്ട് തമ്പുരാട്ടി, ഡോക്ടർ വൈശാഖൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത് 12 വർഷം മകളെയോർത്ത് നിങ്ങൾ നീറിപ്പിടിഞ്ഞതിനേക്കാൾ നീറ്റൽ മകൾ അനുഭവിച്ചെന്നാണ്. രാജരാജേശ്വരിയെ ആ വാക്ക് കൂടുതൽ നൊമ്പരപ്പെടുത്തി. ജോഷി പല ബിസിനസ്സും ചെയ്തു. അതിൽ പലതും പരാജയപ്പെട്ടു. ഒടുവിൽ
നിത്യച്ചെലവിനായി ശമ്പളത്തിന് പണിയെടുക്കേണ്ടി പോലും വന്നിട്ടുണ്ട്. പക്ഷെ ഒരു ഫോൺ കോൾ കൊണ്ടുപോലും കോവിലകത്തുള്ള ഒരാളെയും ആരുഷി ബുദ്ധിമുട്ടിച്ചില്ല. അവകാശപ്പെട്ട അനേകം കോടികളിൽ നിന്ന് ഒരു രൂപ പോലും ആവശ്യപ്പെട്ടിട്ടുമില്ല. ശരിയല്ലേ? ഡോക്ടർ വൈശാഖൻ ചോദിച്ചു. ഉവ്വ്. രാജരാജേശ്വരിയുടെ ശബ്ദം കുറച്ചുകൂടി താഴ്ന്നു. ഒരിക്കൽ അവൾ കാരണം തകർന്നുപോയ അച്ഛനെയും അമ്മയെയും ഒരിക്കൽ കൂടി ബുദ്ധിമുട്ടിക്കാൻ ആരുഷി തയ്യാറായിരുന്നില്ല. ജോഷി എന്ന മനുഷ്യനിലേക്കും സ്വന്തം കുഞ്ഞിലേക്കും മാത്രമായി സ്വന്തം ലോകത്തെ ഒതുക്കി നിർത്താൻ അവൾ ശീലിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷേ ആ ആക്സിഡന്റ്, അതിലൂടെ ഒറ്റയടിക്ക് അവൾക്ക് ആ ലോകം നഷ്ടപ്പെട്ടു. ആകെയുണ്ടായിരുന്ന ഭർത്താവും കുഞ്ഞും മരിച്ചുപോയി. അതാണ് അവളുടെ സമനില തെറ്റിച്ചത്. അതറിയാൻ ഡോക്ടർ, രാജരാജേശ്വരി പ്രതീക്ഷയോടെ പറഞ്ഞു. എനിക്കറിയേണ്ടത് മോളുടെ കഴിഞ്ഞുപോയ കാലമല്ല, അവളെ പഴയ നിലയിലാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നാണ്. ഡോക്ടർ വൈശാഖൻ ചിരിച്ചു. ഞങ്ങളുടെ റിസർച്ച് മുഴുവൻ അതുതന്നെയായിരുന്നു തമ്പുരാട്ടി. പ്രതീക്ഷയുള്ള ഒരേയൊരു പോംവഴി കണ്ടെത്തുകയും ചെയ്തു. പക്ഷെ ഒരിക്കലും അത് നടക്കാനിടയില്ല. രാജരാജേശ്വരിയുടെ സകല ഉത്സാഹവും നശിച്ചു. ആരുഷിയുടെ ഉപബോധ മനസ്സിൽ ഭർത്താവിന്റെ മരണം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം വെള്ളത്തിൽ നിന്ന് ഉയർത്തിയെടുത്ത മരവിച്ച ശരീരം അവൾ കണ്ടതാണല്ലോ. പക്ഷെ സ്വന്തം കുഞ്ഞു മരിച്ചെന്ന് ആരുഷിയുടെ മനസ്സ് ഇന്നോളം അംഗീകരിച്ചിട്ടില്ല. ആ മൃതദേഹം അവൾ കണ്ടിട്ടുമില്ല. അതിന് അൽക്കമോളുടെ ശരീരം കിട്ടിയിരുന്നില്ലല്ലോ ഡോക്ടർ. അതുതന്നെയാണ് തമ്പുരാട്ടി പ്രശ്നവും. ശരീരം കിട്ടാത്തതുകൊണ്ട് അവളുടെ ഉപബോധ മനസ്സ് പറയുന്നു അൽക്ക മരിച്ചിട്ടില്ല, ജീവനോടെ ഉണ്ടെന്ന്. മരിച്ചിട്ടില്ലെന്ന് അവൾ വിശ്വസിക്കുന്ന കുഞ്ഞിനോട് ജീവനോടെ മുമ്പിൽ കാണണം. ആരുഷി ബോധമണ്ഡലത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഏക വഴി അതാണ്. അതേതായാലും നടക്കില്ലല്ലോ. എന്തുകൊണ്ട് നടക്കില്ല? പെട്ടെന്ന് രാജരാജേശ്വരി പറഞ്ഞു. നടക്കും. ആരുഷിക്ക് മുമ്പിൽ അൽക്കമോളെ ജീവനോടെ നിർത്താൻ നമുക്ക് കഴിയും. അതെങ്ങനെ? ഡോക്ടർ വൈശാഖൻ അമ്പരന്നു. അൽക്കമോൾ മരിച്ചിട്ടില്ല ഡോക്ടർ. മരിച്ചിട്ടില്ലേ? ഇല്ല, മരിച്ചിട്ടില്ല. രാജരാജേശ്വരി തമ്പുരാട്ടിയുടെ മനസ്സിൽ പത്രത്തിൽ വന്ന അധീനയുടെ മുഖം തെളിഞ്ഞു നിന്നു. തമ്പുരാട്ടി എന്താ പറയുന്നത്? അൽക്കമോൾ മരിച്ചിട്ടില്ലെന്നോ? ഡോക്ടർ വൈശാഖൻ അമ്പരന്നു. അതെ, ദൃഢമായിരുന്നു രാജരാജേശ്വരിയുടെ സ്വരം. കായലിലേക്ക് മറിഞ്ഞ കാറിൽ നിന്ന് അടിയൊഴുക്കിലേക്ക് വീണുപോയ കുഞ്ഞിനെ ജീവനോടെ കിട്ടിയെന്നാണോ പറയുന്നത്? അങ്ങനെ ഞാനിപ്പോൾ വിശ്വസിക്കുന്നു ഡോക്ടർ. മനസ്സിലായില്ല? തമ്പുരാട്ടി മാളവികയെ വിളിച്ച് അവളുടെ കയ്യിൽ നിന്നും ലാപ്ടോപ്പ് വാങ്ങി തുടർന്നു. ഒരു ഫയൽ തുറന്നപ്പോൾ അൽക്കയുടെ ഫോട്ടോ സ്ക്രീനിൽ തെളിഞ്ഞു. ആരീഷയുടെ മോൾ ഇതാണ് ഡോക്ടർ. ഫോട്ടോ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവർ പറഞ്ഞു. പിന്നീട് പത്രത്തിൽ വന്ന അധീനയുടെ ഫോട്ടോ അവർ എടുത്തു. ഇത് ജീവിച്ചിരിക്കുന്ന അൽക്ക. ഡോക്ടർ വൈശാഖൻ 2 ഫോട്ടോയിലേക്കും അമ്പരപ്പോടെ നോക്കി. ഡോക്ടർ പറയൂ, ഇത് രണ്ടും ഒരു കുട്ടി തന്നെയല്ലേ? യെസ്, ഇത് രണ്ടും ഒരാളാണ്. മുടിയുടെ സ്റ്റൈലിലും വേഷത്തിലും മാത്രമേ മാറ്റമുള്ളൂ. മുഖത്തിന് ഒരു മാറ്റവുമില്ല. ഡോക്ടർ വൈശാഖൻ സമ്മതിച്ചു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി സർ, ഡോക്ടർ ലിസി പോൾ പറഞ്ഞു. ഇത് രണ്ടും 2 കുട്ടികളാണ്. വാട്ട്? യെസ് സാർ, അതുതന്നെയാവണം സത്യം. ബോഡി കിട്ടിയില്ലെങ്കിലും അൽക്ക എന്ന കുട്ടി ഇപ്പോൾ ഈ ഭൂമിയിൽ ഇല്ലല്ലോ. അപ്പോൾ ഇത്? പത്രത്തിൽ തൊട്ടുകൊണ്ട് ഡോക്ടർ വൈശാഖൻ ചോദിച്ചു. അത് മറ്റൊരു കുട്ടിയാണ്. ഒരു ഡ്രൈവറുടെ മൂത്ത മകൾ. പേര് അധീന. അൽക്ക, അധീന. മെല്ലെ ഉരുവിട്ടുകൊണ്ട് ഡോക്ടർ വൈശാഖൻ പറഞ്ഞു. ഈ പേരുകളിൽ തന്നെയുണ്ട് ഒരു ബന്ധവും സാമ്യവും അല്ലേ? അതെ, അത് കണ്ടെത്തണം ഡോക്ടർ, രാജരാജേശ്വരി പറഞ്ഞു. കണ്ടെത്താൻ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു, ഞാനും തമ്പുരാനും. വൈശാഖൻ അവരുടെ മുഖത്തേക്ക് നോക്കി. അധീനയല്ല, ഇവൾ അൽക്കയാണെന്ന് ഞങ്ങൾക്ക് തെളിയിക്കണം ഡോക്ടർ, രാജരാജേശ്വരി പറഞ്ഞു. അവരുടെ മുഖത്തും സ്വരത്തിലും വല്ലാത്തൊരു ദൃഢതയുണ്ടായിരുന്നു. വൈകുന്നേരം കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ ഉലാത്തുകയായിരുന്നു രാജരാജേശ്വരി തമ്പുരാട്ടി. അവരുടെ ഉള്ളു നിറയെ പത്രത്തിൽ കണ്ട അധീനയുടെ മുഖമായിരുന്നു. കൊട്ടാരത്തിന്റെ ഗോപുരവാതിൽ കടന്ന് ഗിരിധരവർമ്മയുടെ കാർ വരുന്നത് അതിനിടയിൽ അവർ കണ്ടു. അല്പസമയം കഴിഞ്ഞപ്പോൾ തമ്പുരാൻ സ്റ്റെപ്പുകൾ കയറി മട്ടുപ്പാവിലേക്ക് വന്നു. അദ്ദേഹത്തിന്റെ കസവ് ഡബിളും ഖദർ സിൽക്ക് ഷർട്ടും വിയർപ്പിൽ നനഞ്ഞിരുന്നു. മുഖത്ത് വല്ലാത്തൊരു ഗൗരവം നിറഞ്ഞു നിന്നു. വന്നപാടെ തമ്പുരാൻ ചോദിച്ചു. രാജേശ്വരി, ഡോക്ടർ വൈശാഖൻ എന്തു പറഞ്ഞു? നമ്മുടെ മോളെ രക്ഷിച്ചു തരാൻ എന്തെങ്കിലും വഴിയുണ്ടോ അയാളുടെ പക്കൽ? ഒരു വഴിയുണ്ട് ഗിരിയേട്ടാ, തമ്പുരാട്ടി പറഞ്ഞു. എന്തു വഴി? പത്രത്തിൽ വന്ന അധീനയുടെ ഫോട്ടോ തൊട്ട് കാണിച്ചുകൊണ്ട് രാജരാജേശ്വരി പറഞ്ഞു. ദാ ഇവൾ. എന്നുവെച്ചാൽ ആരുഷിക്ക് ഇവളെ കാണണം. ഇവളുടെ ശബ്ദവും സാമീപ്യവും വേണം.
അങ്ങനെ സംഭവിച്ചാൽ മാത്രമേ അവളുടെ മനസ്സിന്റെ താളപ്പിഴ മാറൂ. ഗിരിധരവർമ്മ തമ്പുരാന്റെ കണ്ണുകൾ കുറുകി. എങ്ങനെയെങ്കിലും നമുക്കത് സാധിക്കണം ഗിരിയേട്ടാ. ഗിരിയേട്ടന് എന്തെങ്കിലും വഴി തോന്നുന്നുണ്ടോ? രാജരാജേശ്വരി ഉത്കണ്ഠയോടെ ചോദിച്ചു. ഗിരിധരവർമ്മ ശബ്ദിച്ചില്ല. നമ്മൾ എത്ര തവണ ആവർത്തിച്ചു പറഞ്ഞാലും ഈ കുട്ടി അൽക്കയാവില്ലല്ലോ ഗിരിയേട്ടാ. നമുക്കവിടെ അധികാരപൂർവം ചെന്ന് എടുക്കാനും ആവില്ലല്ലോ. രാജരാജേശ്വരി സങ്കടപ്പെട്ടു. പെട്ടെന്ന് ഗിരിധരവർമ്മ ശബ്ദിച്ചു. അധികാരപൂർവം തന്നെ നമ്മൾ അവളെ എടുത്തേ മതിയാവൂ. ഉറച്ച ശബ്ദമായിരുന്നു അത്. അവൾ അൽക്കയാണെന്ന് നമ്മൾ ആവർത്തിച്ചു പറയണം. എങ്കിലേ അവളെ നമുക്ക് കിട്ടൂ. അവളെ കിട്ടിയാലേ ആരുഷി രക്ഷപ്പെടൂ. ശരിയാ ഗിരിയേട്ടാ. പക്ഷേ ഒരു പക്ഷേയുമില്ല രാജേശ്വരി. നമ്മുടെ മോളെ നമുക്ക് രക്ഷപ്പെടുത്തണം. അത് മാത്രം പോരാ, അവൾ നമ്മുടെ പഴയ ആരുഷി ആവുകയും വേണം. നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ അനുസരിക്കുന്ന ആ പഴയ ആരുഷി. ഗിരിധരവർമ്മയുടെ കണ്ണുകളിൽ നനവൂറി. രാജരാജേശ്വരി അതു കണ്ടു. അവരുടെ ഉള്ളം വേദനിച്ചു. അവൾ 12 വർഷം മുമ്പുള്ള നമ്മുടെ കുഞ്ഞായാലേ കോവിലകത്ത് നമ്മുടെ പഴയ സന്തോഷം തിരിച്ചെത്തൂ രാജേശ്വരി. എനിക്കറിയാം ഗിരിയേട്ടാ. അതിനവൾ ആ ജോഷിയെ മറക്കണം. അവനിൽ ജനിച്ച കുഞ്ഞിനെയും മറക്കണം. മറന്നേ പറ്റൂ. കുഞ്ഞിനെ മറക്കാനോ? അതെ. അവൾ രക്ഷപ്പെട്ടാൽ പിന്നെ രണ്ടിനെയും അവളുടെ ഓർമ്മയിൽ നിന്ന് പോലും മാറ്റണം. എങ്കിലേ നമ്മൾ പറയുന്ന ഒരാളെ അവൾ വിവാഹം കഴിക്കൂ. നമ്മുടെ കുലത്തിലുള്ള ഒരു പയ്യനാവണം അവളുടെ ഭർത്താവ്. എന്നാലേ രാജരക്തത്തിലുള്ള ഒരു കുഞ്ഞു പിറക്കൂ. ഗിരിധരവർമ്മ ഗൗരവത്തിൽ പറഞ്ഞു. അങ്ങനെയൊരു കുഞ്ഞുണ്ടായില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നറിയാമോ? രാജരാജേശ്വരി ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കി. ജ്യേഷ്ഠത്തി പാർവതി തമ്പുരാട്ടിയും മകൾ അശ്വതിയും തൃപ്പൂർ കൊട്ടാരത്തിൽ ഇപ്പോഴുമുണ്ട്. അശ്വതിയുടെ മകൻ ജിതേന്ദ്രനും. ഈ കൊട്ടാരത്തിലേക്കാണ് എപ്പോഴും അവരുടെ കണ്ണ്. ഇവിടുത്തെ രാജപദവി സ്വപ്നം കണ്ടിട്ടുള്ള അവരുടെ ഇരിപ്പ് നിനക്കറിയാത്തതാണോ രാജേശ്വരി? എനിക്കറിയാം ഗിരിയേട്ടാ. ചെമ്പൂർ കോവിലകത്തെ ഉദയവർമ്മ തമ്പുരാന് ഗിരിധരവർമ്മയെ കൂടാതെ ഒരു പുത്രൻ കൂടി ഉണ്ടായിരുന്നു. ഗിരിധരവർമ്മയുടെ ജ്യേഷ്ഠൻ മോഹനവർമ്മ. തനിക്ക് ശേഷമുള്ള സ്ഥാനപതിയായി ഉദയവർമ്മ തമ്പുരാൻ ഉദ്ദേശിച്ചിരുന്നത് മോഹനവർമ്മയായിരുന്നു. പക്ഷെ 25-ാം വയസ്സിൽ മോഹനവർമ്മ സന്നി പിടിച്ചു തീപ്പെട്ടു. മോഹനവർമ്മയുടെ പത്നി പാർവതി തമ്പുരാട്ടി അതോടെ തകർന്നു. മകൾ അശ്വതിക്ക് അന്ന് 2 വയസ്സേ ഉള്ളൂ. കുറച്ചുനാൾ ചെമ്പൂർ കോവിലകത്ത് നിന്നെങ്കിലും പിന്നീട് അശ്വതിയെയും കൊണ്ട് പാർവതി സ്വന്തം കൊട്ടാരത്തിലേക്ക് മടങ്ങി. ഉദയവർമ്മ ഇളയ മകൻ ഗിരിധരവർമ്മയെ യുവരാജാവായി പ്രഖ്യാപിക്കുകയും ചെയ്തു. എല്ലാ കഥകളും രാജരാജേശ്വരിക്കറിയാം. അച്ഛൻ തമ്പുരാൻ തീപ്പെട്ടപ്പോൾ സ്വാഭാവികമായും രാജസ്ഥാനം ഞാൻ ഏറ്റെടുത്തു. ഗിരിധരവർമ്മ പറഞ്ഞു. അങ്ങനെയാണല്ലോ വേണ്ടതും. രാജരാജേശ്വരി തുടർന്നു. ആയിരിക്കാം. പക്ഷെ അങ്ങനെയല്ല വേണ്ടതെന്ന് ജ്യേഷ്ഠത്തിയും അശ്വതിയും ചിന്തിച്ചാലോ? അത് ജിതേന്ദ്രൻ ഇപ്പോൾ വയസ്സ് 20 അടുത്ത വർഷം പ്രായപൂർത്തിയാകും. 1-2 വർഷത്തിനകം MBA പൂർത്തിയാക്കി അവനങ്ങ് വരും. അശ്വതിയും ജ്യേഷ്ഠത്തിയും ബ്രെയിൻ വാഷ് ചെയ്ത് അവന്റെ ചിന്തയിലും ഇപ്പോൾ ഈ കൊട്ടാരത്തിലെ രാജപദവി മാത്രമാണ്. രാജരാജേശ്വരി നടുങ്ങി. ഗിരിയേട്ടനോട് അവൻ അങ്ങനെ പറഞ്ഞോ? ഗിരിധരവർമ്മ ചിരിച്ചു. ഒരാൾ പറഞ്ഞിട്ട് വേണോ രാജേശ്വരി എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയാൻ? രാജരാജേശ്വരി പകച്ചുപോയി. ആരുഷി മുംബൈയിലായിരുന്നല്ലോ. അവളുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും നമ്മൾ ഉപേക്ഷിച്ചു. നമുക്ക് മറ്റു കുട്ടികളില്ലാത്ത സ്ഥിതിക്ക് എന്റെ കാലശേഷം ഈ കോവിലകം അന്യം നിന്നു പോകരുതെന്ന് ജ്യേഷ്ഠത്തിയും കുടുംബവും ആഗ്രഹിച്ചാൽ അതൊരു തെറ്റാവില്ലല്ലോ. അത് 2-3 വർഷമായി ഒളിഞ്ഞും തെളിഞ്ഞും അവരത് സൂചിപ്പിക്കുന്നു. ഞാനത് കേട്ടതായോ മനസ്സിലാക്കിയതായോ ഭാവിച്ചിട്ടില്ല. പക്ഷെ ജിതേന്ദ്രൻ പഠനം പൂർത്തിയാക്കി വന്നാൽ അതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകാം. അതു പാടില്ല. ഗിരിധരവർമ്മ തുടർന്നു. പാണ്ഡവരുടെയും കൗരവരുടെയും കഥ നിനക്ക് അറിയില്ലേ? ഹസ്തിനപുരത്തിന്റെ യഥാർത്ഥ കിരീടാവകാശി ധൃതരാഷ്ട്ര ആയിരുന്നു. അദ്ദേഹമായിരുന്നു മൂത്തവൻ. പക്ഷെ അദ്ദേഹം കുരുടനായതുകൊണ്ട് ഭീഷ്മർ മുതലായവർ ഇളയവനായ പാണ്ഡുവിനെ രാജാവാക്കി വാഴിച്ചു. ഗിരിധരവർമ്മയുടെ ശബ്ദം അമർന്നിരുന്നു. അദ്ദേഹം പറഞ്ഞു വരുന്നത് എന്താണെന്ന് രാജരാജേശ്വരിക്ക് മനസ്സിലായി. രാജാവായ പാണ്ഡുവിന്റെ പുത്രൻ എന്ന നിലയിൽ പാണ്ഡവർ അടുത്ത രാജാവകാശികളായി. പക്ഷെ ധൃതരാഷ്ട്രരുടെ മക്കൾ അവകാശം വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല അല്ലേ? അതെ. ഗിരിധരവർമ്മ തല കുലുക്കി. നീ പറഞ്ഞത് സത്യമാണ് രാജേശ്വരി. ജ്യേഷ്ഠൻ തീപ്പെട്ടത് സ്ഥാനാരോഹണത്തിന് ശേഷമായിരുന്നെങ്കിൽ ഈ കോവിലകത്തിന്റെ അധികാരം ജ്യേഷ്ഠത്തിക്കാകുമായിരുന്നില്ലേ? അതെ, സത്യമാണ്. നമുക്ക് ധൈര്യത്തോടെ പറയാൻ ഒരു പിൻതലമുറ ഇല്ലാതിരിക്കെ ജ്യേഷ്ഠത്തിയും അശ്വതിയും ഇപ്പോഴൊരു തിരിച്ചുവരവും സ്ഥാനമേൽക്കലും ആഗ്രഹിച്ചാൽ അത് തെറ്റാവില്ലല്ലോ. രാജരാജേശ്വരി വിളറി നിന്നു. എന്താണ് കേൾക്കുന്നത്? ഇന്ന് വരെ രാജ്ഞിയായിരുന്ന സിംഹാസനം തനിക്ക് നഷ്ടപ്പെടുമെന്നോ? ഗിരിയേട്ടൻ രാജസ്ഥാനമില്ലാതെ സാധാരണക്കാരനായി മാറുമെന്നോ?
എന്താ കേട്ടപ്പോഴേ നീ ഭയന്നോ രാജേശ്വരി? ഭയന്നോന്ന് ചോദിച്ചാൽ രാജരാജേശ്വരിക്ക് ഉള്ളിൽ ശരിക്കും ഭയമുണ്ടായിരുന്നു. നീ പേടിക്കണ്ട രാജേശ്വരി. ഗിരിധരവർമ്മ നേർത്ത ഒരു ചിരിയോടെ രാജേശ്വരിയുടെ തോളത്ത് വലതുകര ചേർത്തു വച്ചു. ഗിരിധരവർമ്മ ജീവനോടെ ഇരിക്കുമ്പോൾ ജ്യേഷ്ഠത്തിയുടെയോ അശ്വതിയുടെയോ ഒരു ഉദ്ദേശവും നടക്കില്ല. ജിതേന്ദ്രൻ അടുത്ത സ്ഥാനപതി ആവുകയുമില്ല. ഈ ശരീരത്തിൽ നിന്ന് ജീവൻ വേർപെടും മുമ്പ് ഞാൻ എൻ്റെ പേരക്കുട്ടിയെ രാജസ്ഥാനം നൽകി വാഴിച്ചിരിക്കും. ഇനി ആരുഷി പ്രസവിക്കുന്ന കുഞ്ഞിനെ. ഗിരിയേട്ടൻ പറയുന്നത് രാജരാജേശ്വരിക്ക് അമ്പരപ്പുണ്ടായി. സത്യം, സത്യം മാത്രം. നമ്മുടെ ആരുഷി സ്വബോധം വീണ്ടെടുക്കും. കഴിഞ്ഞതെല്ലാം മറക്കും. എന്നിട്ട് നമ്മൾ നിശ്ചയിക്കുന്ന ഒരാളുടെ ഭാര്യയാകും. വൈകാതെ ഒരു കുഞ്ഞും പിറക്കും. എൻ്റെ ശ്രീദുർഗേ ഭഗവതി, അങ്ങനെ തന്നെ എല്ലാം നടന്നാൽ മതിയായിരുന്നു. രാജരാജേശ്വരി തമ്പുരാട്ടി പ്രാർത്ഥിച്ചു. നടക്കും രാജേശ്വരി. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് അധീന എന്ന കുട്ടിയെ ആരുഷിയുടെ മുന്നിൽ എത്തിക്കുക ആണ്. അതെങ്ങനെ സാധിക്കും ഗിരിയേട്ടാ? അത് നീ എനിക്ക് വിട് രാജേശ്വരി. ഗിരിധരവർമ്മ പുഞ്ചിരിച്ചു. ഞാൻ പറയുന്നത് നീ അനുസരിച്ചാൽ മതി. അവളെ നമുക്ക് കിട്ടും. ഞാൻ അനുസരിക്കാം ഗിരിയേട്ടാ. രാജരാജേശ്വരി ഉറപ്പുകൊടുത്തു. മതി, എനിക്ക് വാക്കു മതി. ഗിരിധരവർമ്മയ്ക്ക് സന്തോഷമായി. രാജരാജേശ്വരിയെ വിട്ട് അയാൾ വേഗം മട്ടുപ്പാവിൽ നിന്നും പടികൾ ചവിട്ടി താഴേക്കിറങ്ങി. അതിനിടയിൽ മൊബൈലെടുത്ത് വിശ്വസ്ത സഹചാരിയായ ആന്റണിയുടെ നമ്പറിലേക്ക് വിളിച്ചു. ആന്റണി. തമ്പുരാൻ. അകലെ നിന്ന് ആന്റണി ഭവ്യതയോടെ വിളി കേട്ടു. നീ കാഞ്ഞിരപ്പള്ളി വരെ ഒന്ന് പോകണം. തകരയ്ക്കൽ തറവാട്ടിലേക്ക്. 11 വർഷം മുമ്പ് ജോഷി എന്ന ആ റാസ്കൽ എൻ്റെ മോളെ ഏത് ഹോസ്പിറ്റലിലാണ് പ്രസവത്തിനായി അഡ്മിറ്റ് ചെയ്തതെന്ന് എനിക്കറിയണം. എന്തിനാണ് തമ്പുരാൻ? മറുചോദ്യം വേണ്ട. ഗിരിധരവർമ്മയിൽ നിന്ന് ആജ്ഞ പുറപ്പെട്ടു. ഞാൻ പറയുന്നത് ചെയ്താൽ മതി. തമ്പുരാൻ. ആന്റണിയുടെ വിളി അകലെ നിന്നെത്തി. രാവിലെ കുളി കഴിഞ്ഞ് ശുഭ്രവസ്ത്രം ധരിച്ച് ശ്രീദുർഗയെ തൊഴുത് രാജരാജേശ്വരിക്കൊപ്പം പുറത്തേക്കിറങ്ങുമ്പോഴാണ് ഗിരിധരവർമ്മയ്ക്ക് ആ കോൾ വന്നത്. പറയടാ. രാജരാജേശ്വരിയുടെ അരികിൽ നിന്ന് തെല്ലു മാറി നിന്നാണ് ഗിരിധരവർമ്മ സംസാരിച്ചു തുടങ്ങിയത്. കോട്ടയത്തെ മരിയ ഹോസ്പിറ്റലിലാ തമ്പുരാനെ ആരുഷി തമ്പുരാട്ടി പ്രസവിച്ചത്. ആന്റണിയുടെ ശബ്ദം. മരിയ ഹോസ്പിറ്റൽ? അതെ തമ്പുരാനെ. ശരി. അല്ല തമ്പുരാൻ. ആന്റണി പരിങ്ങലോടെ എന്തോ ചോദിക്കാനാഞ്ഞു. എന്താടാ? അല്ല, നീണ്ട 11 വർഷം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ എന്തിനാ ഇതൊക്കെ അന്വേഷിക്കുന്നത്? നമ്മൾ 1 വർഷം മുമ്പ് നടത്തി പരിചയപ്പെട്ട ഒരു കളിയുണ്ടല്ലോ. തമ്പുരാൻ. അത് തുടരണം. ഒരു മറുകളി കൂടി വേണം. എന്നുവെച്ചാൽ തമ്പുരാൻ ഇനി എന്താ ഉദ്ദേശിക്കുന്നത്? ആനയും കുതിരയും ഒക്കെ തകർത്തെറിഞ്ഞ് രാജാവ് തന്നെയാ കിരീടം നേടിയേ മതിയാവൂ ആന്റണി. ജയം ഗിരിധരവർമ്മയ്ക്കായിരിക്കണം. മനസ്സിലായോ? തമ്പുരാൻ. ഗിരിധരവർമ്മ കോൾ കട്ട് ചെയ്ത് മൊബൈലിലെ ഫോട്ടോ ഗാലറിയിൽ നിന്ന് ആരുഷിയും അൽക്കയും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ എടുത്തു നോക്കി. പിന്നെ മെല്ലെ മന്ത്രിച്ചു. മക്കളെ, ചെമ്പൂർ പൗരകത്തിന്റെ അന്തസ്സും അഭിമാനവും പിന്തുടർച്ചാവകാശവുമൊക്കെ ഈ അച്ഛൻ തമ്പുരാൻ ഒരുപാട് വലുതാണ്. അത് നിലനിർത്താൻ വേണ്ടി അച്ഛൻ തമ്പുരാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും. മക്കളതങ്ങ് ക്ഷമിച്ചേക്കണേ. ഗിരിയേട്ടൻ ഇത് ആരോടാ ഈ പിറുപിറുക്കണേ? ക്ഷേത്ര മതിൽക്കെട്ടിന് വെളിയിലിറങ്ങി നടയ്ക്ക് നേരെ തിരിഞ്ഞു നിന്ന് ഒന്നുകൂടെ തൊഴുതിട്ട് ഗിരിധരവർമ്മയുടെ അടുത്തേക്ക് വന്ന രാജരാജേശ്വരി ചോദിച്ചു. ഞാൻ നമ്മുടെ കുട്ടികളോട് പറയുകയായിരുന്നു. ഫോട്ടോ രാജരാജേശ്വരിയെ കാണിച്ചുകൊണ്ട് ഗിരിധരവർമ്മ പറഞ്ഞു. എന്ത്? ഫോട്ടോ ശ്രദ്ധിച്ചിട്ട് രാജരാജേശ്വരി ചോദിച്ചു. ഈ തിരുവോണത്തിന് നമുക്കൊപ്പം ഇരുന്ന് സദ്യ ഉണ്ണാൻ ഇവരും ഉണ്ടാകണേന്ന്. രാജരാജേശ്വരിയുടെ മിഴികൾ തുളുമ്പി. അത്രയ്ക്ക് വലിയൊരു ഭാഗ്യം നമുക്കുണ്ടാകുമോ ഗിരിയേട്ടാ? വിഷാദത്തോടെയായിരുന്നു ആ ചോദ്യം. ഉണ്ടാകും. നമുക്ക് ആ ഭാഗ്യം ഉണ്ടാകണം രാജേശ്വരി. ഗിരിധരവർമ്മയുടെ ശബ്ദം ദൃഢമായിരുന്നു. തമ്പുരാൻ ഒരു കാര്യമേറ്റാൽ അത് നടത്തിയിരിക്കുമെന്ന് രാജരാജേശ്വരിക്കറിയാം. അതുകൊണ്ട് അവർ ആശ്വാസത്തോടെ ഒന്ന് നിശ്വസിച്ചു. ഞായറാഴ്ച ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ആഹാരം തയ്യാറാക്കിയായിരുന്നു പാച്ചിയമ്മ. അധീനയും ഒപ്പമുണ്ട്. അവരെ ഉണക്കമീൻ വെട്ടി കഴുകിയെടുത്തു. ഇനി അത് മുളക് പുരട്ടി വറുക്കണം. അമ്മയെ കുത്തി മരിക്കാൻ നീ ഉത്തരം പറ. വരാന്തയിലിരുന്ന ആര്യയോട് കടങ്കഥ ചോദിക്കുകയാണ് ആമി. തീപ്പെട്ടിയും കോലും. ആര്യ വിജയഗർവോടെ ഉത്തരം പറഞ്ഞു. ഇനി ഞാൻ ചോദിക്കാം, നീ പറ. ചോദിക്ക്. ആമി ചമ്രം പടിഞ്ഞ് റെഡിയായി ആര്യയുടെ മുന്നിലേക്ക് നീങ്ങിയിരുന്നു. അപ്പോഴായിരുന്നു ആ ശബ്ദം. എവിടെയടി നിന്റെ വല്യമ്മ തള്ള? ഇങ്ങോട്ട് വിളിക്കടി. ആമിയും ആര്യയും ഞെട്ടി എഴുന്നേറ്റ് നോക്കി. മുറ്റത്ത് 4-5 പേർ. ഒരാളെ ആര്യ തിരിച്ചറിഞ്ഞു. ബ്ലേഡ് പുന്നൂസ്. ആര്യ ശരം പോലെ അകത്തേക്ക് പാഞ്ഞു. ആമിയും അവളെ പിന്തുടർന്നു. മുത്തശ്ശി, ദേണ്ടെ അയാള് വിളിക്കുന്നു. മുറ്റത്തേക്ക് എത്തി നോക്കുന്നതിനിടയിൽ ഭയത്തോടെ ആര്യ പറഞ്ഞു.
ആര്? പാച്ചിയമ്മ ചോദിച്ചു. അന്ന് വന്നില്ലേ നമ്മുടെ അമ്മ മരിച്ചപ്പം കാശ് ചോദിച്ച് വഴക്കുണ്ടാക്കിയില്ലേ, അയാളാ വന്നേക്കണേ. വേറെ ആരാണ്ടൊക്കെയുണ്ട്, ആര്യ പറഞ്ഞു. അദീനയ്ക്ക് പെട്ടെന്ന് ആളെ മനസ്സിലായി. ബ്ലേഡ് പുന്നൂസ്. പാച്ചിയമ്മയ്ക്കും മനസ്സിലായി. എൻ്റെ ഈശ്വരാ, ഇയാൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേക്കുന്നേ? പാച്ചിയമ്മ വെപ്രാളത്തോടെ മുൻവശത്തേക്ക് ഓടി. പിന്നാലെ അദീനയും. അവളുടെ പാവാടത്തുമ്പിൽ പിടിച്ച് പിന്നിലേക്കൊതുങ്ങി ആര്യയും ആമിയും നിന്നു. തള്ളേ, എന്തേലും സാധനങ്ങൾ എടുക്കാനുണ്ടെങ്കിൽ അതൊക്കെ വാരിക്കെട്ടി പിള്ളേരെയും കൂട്ടി വേഗം ഇറങ്ങിക്കോണം വീട്ടീന്ന്. പുന്നൂസ് അജാനുബാഹുവായി അവർക്ക് മുന്നിൽ നിന്നു പല്ലിളിച്ചു. എന്താ എന്താ നീ പറഞ്ഞത്? പാച്ചിയമ്മ പ്രകമ്പനം കൊണ്ടതുപോലെ ചോദിച്ചു. ഈ വീട് ഞാൻ പൂട്ടാൻ പോവുകയാണെന്ന് പുന്നൂസ് അവജ്ഞയോടെ പറഞ്ഞു. എന്നോട് മേടിച്ച കാശ് തരാണ്ടിരിക്കാൻ വേണ്ടിയാ നിങ്ങളുടെ മകൻ മനഃപൂർവ്വം ട്രെയിനിന്റെ അടിയിലേട്ട് തലവെച്ചത് എന്ന് കരുതി എനിക്കെന്റെ കാശ് ഈടാക്കാതിരിക്കാൻ പറ്റുകേല തള്ളേ. നീ ഇങ്ങനെ കരുണയില്ലാണ്ട് പറഞ്ഞാൽ ഞാൻ ഈ പെങ്കൊച്ചുങ്ങളെയും കൊണ്ട് എവിടെ പോകാനാ? പാച്ചിയമ്മയ്ക്ക് സങ്കടം വന്നു. എവിടെ പോയാലും വേണ്ടില്ല, പുന്നൂസ് അതേ ഭാവത്തിൽ പറഞ്ഞു. എന്നിട്ട് കൂടെ വന്നവർക്ക് നേരെ തിരിഞ്ഞു. എന്താടാ നീയൊക്കെ വായും പൊളിച്ചു നിൽക്കുന്നേ? അങ്ങോട്ട് കയറിച്ചെന്ന് എല്ലാം വാരി പുറത്തേക്കിട്ട് വാതില് പൂട്ടടാ. ആജ്ഞ കിട്ടാത്ത താമസം ഗുണ്ടകൾ വീടിനുള്ളിലേക്ക് കയറി തുണികളും സ്കൂൾ ബാഗുകളും ഒക്കെ മുറ്റത്തേക്ക് വലിച്ചിട്ടു. അടുക്കളയിൽ നിന്ന് ആഹാരം പോലും എടുക്കാൻ സമ്മതിക്കാതെ വാതിലടച്ചു പൂട്ടി. എന്റെ ദൈവങ്ങളെ! പാച്ചിയമ്മ നെഞ്ചി തല്ലി കരഞ്ഞു. അനിയത്തിമാരെ ചുറ്റിപ്പിടിച്ചു നിന്ന അദീനയ്ക്ക് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായി. ഈ നിമിഷം മുതൽ ഞങ്ങൾക്ക് സ്വന്തമായി ഒരു പിടി മണ്ണില്ല, തലചായ്ക്കാൻ കൂരയില്ല. എന്താണിവിടെ? ബഹളം കേട്ട് അടുത്ത് താമസിക്കുന്ന സുധാകരനും ദാസപ്പനും ഓടി വന്നു. എന്താ പുന്നൂസേട്ടാ ഇത്ര കണ്ണിച്ചോരയില്ലാണ്ട് ചെയ്യുന്നത്? ആ തള്ളയും കുഞ്ഞുങ്ങളും എവിടെ പോകാനാ? ഒരു മര്യാദയൊക്കെ വേണ്ടേ? സുധാകരൻ ചോദിച്ചു. മര്യാദ കാണിക്കാമടാ. ഉണ്ടോ നിന്റെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപ? അത് തന്നാൽ ഞാൻ നല്ലോണം മര്യാദ കാണിക്കാം. സുധാകരൻ കൈ മലർത്തി. നിന്ന നിൽപ്പിൽ 10 ലക്ഷം രൂപ എടുക്കാൻ ആർക്കു പറ്റും? സുധാകരനും ദാസപ്പനും പാച്ചിയമ്മയുടെ അടുത്തേക്ക് ചെന്നു. അമ്മച്ചി, അയാളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അയാളുടെ കയ്യിൽ എല്ലാ രേഖകളുമുണ്ട്. രമണൻ ബുദ്ധിമോശം കാട്ടി. ഇനിയിപ്പോ എന്നാ ചെയ്യാനാ? സുധാകരൻ പറഞ്ഞു. സഹായിക്കണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹമുണ്ടമ്മച്ചി. പക്ഷേ നിങ്ങള് 3-4 പേരെ താമസിപ്പിക്കാനും ചെലവിന് തരാനും ഞങ്ങൾക്ക് ഗതിയൊന്നുമില്ലല്ലോ, ദാസപ്പനും പറഞ്ഞു. പാച്ചിയമ്മ മിണ്ടിയില്ല. ഞങ്ങളൊരു ഓട്ടോറിക്ഷ പിടിച്ചു തരാം. അമ്മച്ചി കുഞ്ഞുങ്ങളെയും കൂട്ടി മകളുടെ അടുത്തേക്ക് ചെല്ല്. അല്ലാതൊരു വഴിയുമില്ല. പാച്ചിയമ്മയുടെ കണ്ണുകൾ തുളുമ്പി. രമണന്റെ ശരീരം ചിതയിൽ വെച്ചിട്ട് പടിയിറങ്ങിയതാണ് രേവതി. താനും ഈ കുഞ്ഞുങ്ങളും ജീവനോടെ ഉണ്ടോന്ന് നോക്കാൻ പോലും പിന്നെ അവൾ വന്നിട്ടില്ല. നന്ദിയും സ്നേഹവും ഇല്ലാത്ത തരമാണ്. ആറു പിശുക്കി. അവളേക്കാൾ പിശുക്കനാണ് സോമൻ. അങ്ങോട്ട് എങ്ങനെ ചെല്ലും? ഞങ്ങള് ചെന്ന് ഓട്ടോറിക്ഷ ഏർപ്പാടാക്കിക്കൊണ്ടുവരാം, സുധാകരൻ പറഞ്ഞു. അയാളും ദാസപ്പനും മുറ്റത്ത് നിന്ന് വഴിയിലേക്കിറങ്ങി. നമ്മള് രേവതി ആന്റിയുടെ വീട്ടിലേക്കാണോ മുത്തശ്ശി പോകുന്നത്? അദീന ചോദിച്ചു. പാച്ചിയമ്മ മിണ്ടിയില്ല. ഉണ്ടു ഉറങ്ങിയും താൻ ജീവിച്ച വീട് അന്യനൊരാൾ പൂട്ടുന്നത് നെഞ്ചുപിളരുന്ന നൊമ്പരത്തോടെ കാണുകയായിരുന്നു അവർ. വീടിന്റെ താക്കോൽ വിരലിലിട്ട് അമ്മാനമാടിക്കൊണ്ട് പുന്നൂസ് മുറ്റത്തേക്കിറങ്ങി. അയാളുടെ മുമ്പിലേക്ക് അപ്പോഴാണ് രാജകീയ പ്രൗഢിയിൽ ഒരു ബെൻസ് കാർ വന്നു നിന്നത്. ഡോർ തുറന്നപ്പോഴേ അവിടമാകെ ചന്ദന തൈലത്തിന്റെ സുഗന്ധം പരന്നു. പിന്നാലെ രാജരാജേശ്വരി തമ്പുരാട്ടി മുറ്റത്തേക്കിറങ്ങി. കയ്യിൽ ഒരു ഫയലുമായി ഒപ്പം മാളവികയുമുണ്ട്. രാജരാജേശ്വരിയുടെ തിളങ്ങുന്ന മിഴികൾ ആദ്യം പതിച്ചത് നേരെ മുമ്പിൽ തന്നെ നിന്നിരുന്ന അദീനയുടെ മുഖത്താണ്. ആ കുഞ്ഞു മുഖത്ത് നെഞ്ചിരുകുന്ന നൊമ്പരം അവർ കണ്ടു. രാജരാജേശ്വരി അവളുടെ അടുത്തേക്ക് ചെന്ന് വജ്രം പതിച്ച വളകളണിഞ്ഞ കൈകൾ നീട്ടി അവർ അദീനയുടെ മുഖത്ത് പൊതിഞ്ഞു പിടിച്ചു. പിന്നെ നെഞ്ചിനുള്ളിലെ സ്നേഹവും വാത്സല്യവും വേദനയും എല്ലാം കലർത്തി ഒരു വിളി. പൊന്നുമോളെ! അദീന അന്താളിപ്പോടെ രാജരാജേശ്വരിയുടെ മുഖത്തേക്ക് നോക്കി. ഞാൻ വന്നത് നിന്നെ കൊണ്ടുപോകാനാ മോളെ. അദീന ഇമ ചിമ്മി തുറന്നു. കൊണ്ടുപോകാനോ? അവൾക്കൊന്നും മനസ്സിലായില്ല. പാച്ചിയമ്മ രാജരാജേശ്വരിയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. മുന്തിയ കാറിൽ നിന്നിറങ്ങിയുള്ള ആ നിൽപ്പ്, പട്ടും പൊന്നും രത്നാഭരണങ്ങളും കൊണ്ടുള്ള വേഷഭൂഷാദികൾ, എന്തൊരു ഭംഗി! വൈകുണ്ഠത്തിൽ നിന്ന് സാക്ഷാൽ ലക്ഷ്മി ഭഗവതി നേരെ മുന്നിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. പാച്ചിയമ്മ ഭവ്യതയോടെ രാജരാജേശ്വരിയുടെ അടുത്തേക്ക് ചെന്നു. അദീനയെ തഴുകി തലോടുന്ന തമ്പുരാട്ടിയോട് അവർ ചോദിച്ചു. ആരാ? ഇത് ചെമ്പൂർ കോവിലകത്തെ രാജ്ഞിയാണ് അമ്മച്ചി. മറുപടി പറഞ്ഞത് മാളവികയാണ്. പേര് രാജരാജേശ്വരി. ചെമ്പൂർ കോവിലകത്തെ രാജ്ഞിയോ? പാച്ചിയമ്മയുടെ മുഖത്ത് ബഹുമാനവും അമ്പരപ്പും ഒരുപോലെ നിറഞ്ഞു. രാജഭരണകാലം പാച്ചിയമ്മയ്ക്ക് ചെറുതായി ഓർമ്മയുണ്ട്. മഹാരാജാവ് തിരുമനസിന്റെ എഴുന്നള്ളത്ത് ഒരിക്കൽ കണ്ടതും ഓർക്കുന്നു.
പാച്ചിയമ്മ അന്ന് കുട്ടിയാണ്. എങ്കിലും രാജവേഷങ്ങളും രാജപ്രൗഢിയും രാജാധികാരങ്ങളുമൊക്കെ ആ എഴുന്നള്ളത്തിൽ കണ്ടത് മറന്നിട്ടില്ല. രാജാവിന്റെ യാത്രാവേളയിൽ പ്രജകൾ വഴിയോരത്ത് മാറി നിന്ന് കുമ്പിട്ട് തൊഴുതിരുന്നു. ആ ഓർമ്മയിൽ എന്നതുപോലെ പാച്ചിയമ്മ രാജരാജേശ്വരിയെ ഒന്നു കൈകൂപ്പി തൊഴുതു. രാജരാജേശ്വരി തമ്പുരാട്ടി രാജ്ഞിയുടെ പ്രൗഢിയിൽ തന്നെ പുഞ്ചിരിച്ചു. "എവിടെയാ കൊച്ചേ ഈ ചെമ്പൂർ കോവിലകം? ഞാൻ എങ്ങനെ ഒരു പേര് കേട്ടിട്ടില്ല?" പാച്ചിയമ്മ മാളവികയോട് ചോദിച്ചു. "അമ്മച്ചി, കേൾക്കാൻ വഴിയില്ല. ചെമ്പൂർ കോവിലകം കുറച്ചകലെയാണോ?" "ഓ, അകലെയായാലെന്താ, അടുത്തായാലെന്താ? ജീവിച്ചാ പോരെ? ഞങ്ങളുടെ അവസ്ഥയറിഞ്ഞ് കൊട്ടാരത്തീന്ന് ഞങ്ങളെ കൊണ്ടുപോകാൻ തമ്പുരാട്ടി വന്നിരിക്കുകയല്ലേ. ഞങ്ങള് വന്നോളാം." പാച്ചിയമ്മ ആര്യയുടെയും ആമിയുടെയും കയ്യിൽ പിടിച്ച് അദീനയുടെ അടുത്തേക്ക് ചെന്നു പറഞ്ഞു. "വാ മക്കളെ, നമുക്ക് പോകാം." രാജരാജേശ്വരി തമ്പുരാട്ടി പാച്ചിയമ്മയുടെ ചലനങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു. മാളവിക പരിങ്ങി നിൽക്കുകയാണ്. തമ്പുരാട്ടി കൃഷ്ണമണികൾ ചലിപ്പിച്ച മാളവികയ്ക്ക് സംജ്ഞ നൽകി. മാളവിക പാച്ചിയമ്മയെ സമീപിച്ചു. "അമ്മച്ചി നിൽക്ക്, ഒരു കാര്യം പറയാനുണ്ട്." "നീ പറഞ്ഞോ കൊച്ചേ, എന്ത് വേണേലും പറഞ്ഞോ. നീയും ഈ തമ്പുരാട്ടിയും ഞങ്ങൾക്കിപ്പോൾ ദൈവത്തിന്റെ സ്ഥാനത്താ." "അതല്ലമ്മച്ചി, ഞങ്ങൾ കൊണ്ടുപോകാൻ വന്നത് നിങ്ങളെ എല്ലാരെയും ഒരുമിച്ചല്ല." "പിന്നെ?" പാച്ചിയമ്മയുടെ നെറ്റികൾ ചുളിഞ്ഞു. "ഈ മോളെ മാത്രമാണ്." മാളവിക അദീനയെ തൊട്ടുനിന്നു. ഇവളെ മാത്രോ?" പാച്ചിയമ്മ അമ്പരന്നു. "അതെന്നാ കൊച്ചേ അങ്ങനെ പറഞ്ഞത്? തക്ക സമയത്ത് ഞങ്ങളെ രക്ഷിക്കാൻ വന്നിട്ട് അദീനയെ മാത്രമങ്ങ് കൊണ്ടുപോയാലെങ്ങനാ? ഞാനും ഈ പീക്കുരു കുഞ്ഞുങ്ങളും പിന്നെ എന്തു ചെയ്യും?" പാച്ചിയമ്മ ആര്യയെയും ആമിയെയും ചേർത്ത് പിടിച്ചു. മാളവിക അവരെ ശ്രദ്ധിച്ചു. പിച്ചിമുട്ടുകൾ പോലെ സ്നിഗ്ധതയാർന്ന രണ്ട് പിഞ്ചോമനകൾ. ആരും ഒന്നെടുത്ത് ഓമനിച്ചു പോകും, ഉമ്മ വയ്ക്കും. "പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ മാത്രം മതി." അദീനയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഉത്തരം പറഞ്ഞത് രാജരാജേശ്വരിയാണ്. "നിങ്ങളുടെ കുഞ്ഞോ? എന്താ ഈ പറയുന്നത്? എനിക്ക് മനസ്സിലായില്ല." "ഇവൾ നിങ്ങളുടെ കുട്ടിയല്ലെന്ന്. എൻ്റെ മകൾ ആരുഷി പ്രസവിച്ച കുഞ്ഞാ ഇവൾ, എൻ്റെ പേരക്കുട്ടി." "നിങ്ങളുടെ പേരക്കുട്ടിയോ? ഇതെന്തു ഭ്രാന്തായി പറയുന്നേ? ഇവൾ എൻ്റെ രമണന്റെ മോളാ." പാച്ചിയമ്മ അദീനയെ തന്നോട് ചേർത്ത് പിടിച്ചു. അദീന ആകെ അന്താളിച്ച് നിൽക്കുകയായിരുന്നു. രാജരാജേശ്വരിക്കും കൂസലില്ല. "അല്ല, ഇവളെൻ്റെ ആരുഷി പ്രസവിച്ച കുട്ടിയാണ്." "ചെമ്പൂർ കോവിലകത്തെ പെൺകൊച്ചു പ്രസവിച്ച കുഞ്ഞെങ്ങനാ ഈ വീട്ടിൽ വരുന്നത്?" പാച്ചിയമ്മ വീറോടെ ചോദിച്ചു. "അമ്മച്ചിയുടെ മകൻ രമണന്റെ ഭാര്യ പ്രസവിച്ചത് മരിയ ഹോസ്പിറ്റലിലല്ലേ?" "അതെ." പാച്ചിയമ്മ സമ്മതിച്ചു. 11 വർഷം മുമ്പ് ആ ഹോസ്പിറ്റലിൽ വെച്ച് ഭാനു പ്രസവിച്ചത് ഒരു ചാപിള്ളയെയാണ്." "ചാപിള്ളയെയോ?" പാച്ചിയമ്മ നെറ്റി ചുളിച്ചു. "അതെ. അതേ ദിവസം ഏതാണ്ട് അതേ സമയത്ത് തന്നെ എൻ്റെ മകൾ ആരുഷിയും പ്രസവിച്ചു. ഇരട്ടകളായ 2 പെൺകുഞ്ഞുങ്ങൾ." "എൻ്റെ ഭഗവതി!" പാച്ചിയമ്മയുടെ നെഞ്ചിടിപ്പേറി. കുഞ്ഞു മരിച്ച ഭാനുവും രമണനും ആ ഇരട്ടകളിലൊന്നിനെ ഡോക്ടർ ജയന്തി രാമചന്ദ്രന്റെ അറിവോടെ ഏറ്റെടുത്തുകൊണ്ടു പോന്നു. ആരുഷി തമ്പുരാട്ടി അന്നു കൊണ്ടുപോയ കുഞ്ഞ്, അതായത് അൽക്ക തമ്പുരാട്ടി, കഴിഞ്ഞ വർഷം മരിച്ചുപോയി." മാളവിക പറഞ്ഞു. ചെമ്പൂർ കോവിലകത്ത് ശേഷിക്കുന്ന ഒരേയൊരു കിരീടാവകാശി ഈ നിൽക്കുന്ന അദീന തമ്പുരാട്ടിയാണ്. "അതുകൊണ്ട് ഞങ്ങൾക്കിവിടെ കൊണ്ടുപോയേ മതിയാവൂ." രാജരാജേശ്വരി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. പാച്ചിയമ്മയ്ക്ക് നാവിറങ്ങിപ്പോയി. അമ്പരപ്പിനാൽ അദീനയ്ക്കും.